താരസംഘടനയായ AMMA തെരഞ്ഞെടുപ്പിലെ മത്സരത്തിൽ നിന്ന് ബാബുരാജ് പിന്മാറിയിരിക്കുന്നു. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നൽകിയ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കും. AMMA സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് എന്നേക്കുമായി പിന്മാറുകയാണെന്നാണ് ബാബുരാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. തീരുമാനം ആരെയും ഭയന്നിട്ടല്ല എന്നും വിഴുപ്പലക്കാൻ താല്പര്യമില്ല എന്നും ബാബുരാജ് പറയുന്നു. അർജുൻ മട്ടന്നൂർ ചേരുന്നുണ്ട്. അർജുൻ, ആരോപണ വിധേയർ മാറി നിൽക്കണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ബാബുരാജിന്റെ പിന്മാറ്റം. സംഘടനാ പ്രവർത്തനമേ അവസാനിപ്പിക്കുന്നു എന്നാണോ അദ്ദേഹം പറയുന്നത്? വിനീത, അത്തരത്തിൽ തന്നെയാണ്. ബാബുരാജ് അടക്കമുള്ള ആരോപണ വിധേയർ മത്സരിക്കരുത്, അവർ പിന്മാറണം, അവർ മത്സരിക്കരുത് എന്ന് പല താരങ്ങളും പരസ്യമായി തന്നെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. എന്തായാലും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമായ ഇന്നാണ് ബാബുരാജ് അത്തരമൊരു തീരുമാനമെടുത്തത്. മോഹൻലാലും മമ്മൂട്ടിയും അടക്കമുള്ളവർ ബാബുരാജുമായി സംസാരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് ബാബുരാജ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ പറയുന്നത്, AMMയുടെ സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്ന് എന്നേക്കുമായി ഞാൻ പിന്മാറുകയാണ്. വിഴുപ്പലക്കാൻ താല്പര്യമില്ല. തീരുമാനം ആരെയും ഭയന്നിട്ടല്ല. കഴിഞ്ഞ 8 വർഷക്കാലം AMMയിൽ പ്രവർത്തിച്ചിട്ട് പീഡന പരാതികളും അപവാദവും മാത്രമാണ് തനിക്ക് സമ്മാനമായി ലഭിച്ചത്. കഴിഞ്ഞ 10 മാസക്കാലം കമ്മിറ്റിക്ക് ഒട്ടേറെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയുണ്ടാകണമെന്ന ലക്ഷ്യത്തോടെയാണ് താൻ മത്സരിക്കാൻ തീരുമാനിച്ചത്. മോഹൻലാൽ കമ്മിറ്റിയിൽ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ താനും പിന്മാറാൻ ആഗ്രഹിച്ചിരുന്നു. അന്ന് എല്ലാവരും ചേർന്ന് തന്നെ പിന്തിരിപ്പിക്കുകയായിരുന്നു. ഇത്രയധികം ആരോപണങ്ങളെ പ്രതിരോധിച്ച് സംഘടനാപരമായ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. എന്തായാലും അദ്ദേഹം പിന്മാറിയതോടുകൂടി ഈ നടൻ രവീന്ദ്രനും അതോടൊപ്പം തന്നെ കുക്കു പരമേശ്വരനുമായിരിക്കും ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മുഖാമുഖം വരിക. നേരത്തെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നമുക്കറിയാം ശ്വേതാ മേനോനും ദേവനും നേർക്കുനേരുള്ള മത്സരത്തിന് കളമൊരുങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള നവ്യ നായരും ഒരുപക്ഷെ ഇന്ന് പിൻവലിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ജയൻ ചേർത്തലയും നാസർ ലത്തീഫും ഈ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്താനും സാധ്യതയുണ്ട്. സുരേഷ് കൃഷ്ണയും മത്സരത്തിൽ നിന്ന് പിന്മാറിയേക്കും എന്ന ചില സൂചനകൾ വരുന്നുണ്ട്. എന്തായാലും വൈകിട്ട് മാത്രമേ നമുക്ക് അറിയണം. വനിതകൾ AMMA തലപ്പത്തേക്ക് എത്തുമോ എന്ന് തന്നെയാണ് ആകാംക്ഷ. അതിനുള്ള നീക്കങ്ങൾ തന്നെയാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ബാബുരാജിന്റെ പിന്മാറ്റവും അതുകൊണ്ട് തന്നെ ശ്രദ്ധേയമാണ്. അർജുൻ മട്ടന്നൂർ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി വീണ്ടും എത്താം.